എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ എല്ലാം പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള കുറച്ചു കറന്റ് അഫയേഴ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഓരോ കാര്യവും ശ്രദ്ധിച്ചു കേട്ടാൽ പരീക്ഷയിൽ നിങ്ങൾക്ക് ഉറപ്പായും മാർക്ക് നേടിത്തരും. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. അതെ, വെറും 5 മിനിറ്റ് മതി. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം. നിങ്ങളുടെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് മാത്രം. എല്ലാവരും റെഡിയല്ലേ? തുടങ്ങാം. ഓക്കെ, നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകിച്ച് കേരള PSC പരീക്ഷ എഴുതുന്നവർക്ക് ഈയൊരു ഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഓരോ പോയിന്റും നല്ല ശ്രദ്ധയോടെ കേൾക്കണേ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു സന്തോഷവാർത്തയുണ്ട്. നമ്മുടെ ക്ഷാമബത്ത, അതായത് ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ DA 3% കൂട്ടി. ഇതോടുകൂടി അടിസ്ഥാന ശമ്പളത്തിന്റെ 22% ഇപ്പോൾ 25% ഉയർന്നു. ആ കണക്ക് ഓർത്തു വെക്കണം, 22-ൽ നിന്ന് 25-ലേക്ക്. ഇനി നമുക്ക് സ്പോർട്സിലേക്ക് വരാം. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ചും നമ്മുടെ മലയാളികൾക്ക് ഒരു ചെറിയ സങ്കടം തരുന്ന വാർത്തയാണിത്. സന്തോഷ് ട്രോഫി ഫൈനലിൽ നമ്മുടെ കേരളം സർവീസസിനോട് 1-0 തോറ്റു. ഇത് സർവീസസിന്റെ 8ാമത്തെ സന്തോഷ് ട്രോഫി കിരീടമാണ്. ആ വിജയഗോൾ നേടിയ ആളുടെ പേരുകൂടി ഓർത്തുവെച്ചോളൂ, അഭിഷേക് റാവത്ത്. PSC പരീക്ഷകളിൽ കലോത്സവം ഒരു സ്ഥിരം ചോദ്യമാണ് അല്ലേ? അപ്പോ 65ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയത് ആരാണെന്ന് ഉറപ്പായും പഠിക്കണം. കണ്ണൂർ ജില്ലയാണ് കപ്പടിച്ചത്. 2ാം സ്ഥാനത്തെത്തിയത് പാലക്കാടാണ്. ഈ 2 ജില്ലകളും മറക്കരുതേ. നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണല്ലോ. അപ്പോൾ കേരളം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഡിജി കേരളം. എന്താ അതിന്റെ ലക്ഷ്യം? നമ്മുടെ സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തിക്കുക. ഇനി ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള രസകരമായ ഒരു കാര്യം നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഇതാണ് ആ പോയിന്റ്. എല്ലാവരും ശ്രദ്ധിച്ച്. ഡിജി കേരളം പദ്ധതിയുടെ 2ാം ഘട്ടത്തിലെ ഭാഗ്യചിഹ്നം അല്ലെങ്കിൽ മാസ്കോട്ടായിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെയാണ്. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ ചാൻസുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഭാഗ്യചിഹ്നം വേഴാമ്പൽ മനസ്സിൽ ഉറപ്പിച്ചോളൂ. കലാലോകത്ത് നിന്ന് ഒരു ദുഃഖവാർത്തയുണ്ട്. പ്രശസ്ത കഥകളി, കൂടിയാട്ടം ആചാര്യനായിരുന്ന കലാമണ്ഡലം രാമമോഹൻ അന്തരിച്ചു. ചുട്ടി, ആഹാര്യം തുടങ്ങിയ വിഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ കഴിവ് വളരെ വലുതായിരുന്നു. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ചോദിക്കാം. നേരർത്ഥം, ആഹാര്യാങ്കുശം എന്നിവയാണ് പ്രധാനപ്പെട്ടവ. ഈ പേരുകളൊന്ന് ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ്. ശരി, അപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് ദേശീയ തലത്തിലേക്ക് പോകാം. ഇന്ത്യ മുഴുവനായി നടക്കുന്ന പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? ഇന്ത്യൻ റെയിൽവേയിൽ ഒരു പുതിയ ചരിത്രമാണ് കുറിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ലീപ്പർ കോച്ചുകളുള്ള വന്ദേ ഭാരത് ട്രെയിൻ അതിന്റെ പരീക്ഷണ ഓട്ടം തുടങ്ങിയിരിക്കുന്നു. റൂട്ട് ഏതാണെന്നല്ലേ? ഡൽഹി മുംബൈ റൂട്ടിലാണ്. ഇത് ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ച ചോദ്യങ്ങളിൽ ഉറപ്പായും പ്രതീക്ഷിക്കാം. ഇനി ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഈ പേര് കേട്ടിട്ടുണ്ടോ? സാവൽകോട്ട്. പുതിയ സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി എവിടെയാണ് വരുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഉത്തരം ഇതാണ്. ജമ്മു കശ്മീരിലെ റംബാൻ ജില്ലയിലെ ചിനാബ് നദിക്ക് കുറുകെയാണ് ഈ പുതിയ പ്രൊജക്ട്. നദിയുടെ പേര് മറക്കരുത്, ചിനാബ്. ഇനി നമുക്ക് വേഗത്തിൽ മറ്റ് ചില പ്രധാന ദേശീയ വാർത്തകൾ കൂടി നോക്കാം. സീഷെൽസിന്റെ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചു. നമ്മുടെ ഡിജിറ്റൽ കറൻസിയായ രൂപ ഗ്രാമങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ റിസർവ് ബാങ്ക് ഒരു പരീക്ഷണ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ വക നൽകി ഫെഡറേഷൻ കപ്പ് വോളിബോളിൽ നമ്മുടെ കേരള വനിതാ ടീം കിരീടം നേടി. ഓക്കെ, ഇനി നമ്മുടെ ശ്രദ്ധ ലോകത്തേക്കും കായിക രംഗത്തേക്കും മാറ്റാം. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങളും പരീക്ഷയ്ക്ക് വളരെ അത്യാവശ്യമാണല്ലോ. അന്താരാഷ്ട്ര വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയായി സനെ തകായിച്ചി തെരഞ്ഞെടുക്കപ്പെട്ടു. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വം നൽകുന്ന സഖ്യമാണ് അവിടെ അധികാരത്തിൽ വന്നത്. ഓർത്തുവെക്കുക, ലോക നേതാക്കളുടെ പേരുകൾ എപ്പോഴും പരീക്ഷയിലെ ഒരു പ്രധാന ചോദ്യമാണ്. ഇനി ക്രിക്കറ്റ് ലോകത്തേക്ക്. നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട SKY സൂര്യകുമാർ യാദവ്. അദ്ദേഹം T20 റാങ്കിങ്ങിലെ 1ാം സ്ഥാനം അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഈയടുത്ത് നടന്ന T20 ലോകകപ്പിൽ അമേരിക്കയ്ക്കെതിരെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയതും അദ്ദേഹം തന്നെയായിരുന്നു. ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇതൊരു ചരിത്രപരമായ നേട്ടമാണ്. പരീക്ഷയിൽ ഉറപ്പായും വരാൻ പോകുന്നൊരു ചോദ്യവുമാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ത്യയുടെ മറാത്ത സൈനിക ഭൂപ്രകൃതികളെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൾച്ചർ, ഹിസ്റ്ററി, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. ഏത് മത്സര പരീക്ഷയുടെ ചോദ്യപേപ്പർ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ് അവാർഡുകൾ, ശരിയല്ലേ? അതുകൊണ്ട് ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലങ്ങ് ഉറപ്പിക്കണം. കാരണം ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. ഈ പട്ടികയിലേക്കൊന്ന് നോക്കിക്കേ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ കെ കരുണാകരൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ശരത് പവാറിനാണ്. അടുത്തത്
സ്വദേശാഭിമാനി കേസലി പുരസ്കാരം. അത് പ്രമുഖ മാധ്യമപ്രവർത്തകനായ മലയൻകീഴ് ഗോപാലകൃഷ്ണനാണ്. പിന്നെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത്, അവരുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്. ഈ 3 അവാർഡുകളും ജേതാക്കളും കൃതിയുടെ പേരും ഒരുമിച്ച് ഓർത്തുവയ്ക്കണേ. ശരി, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? ഒരു ചെറിയ റിവിഷൻ ക്വിസ്. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയാൻ ശ്രമിക്കണം. റെഡിയല്ലേ? ഓർമ്മ വരുന്നുണ്ടോ? ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ച ടീം. അതെ, സർവീസസ്. ഉത്തരം ശരിയായവർക്ക് അഭിനന്ദനങ്ങൾ. നമ്മുടെ സംസ്ഥാന പക്ഷിയാണ്. കിട്ടിയോ? കറക്റ്റ്, മലമുഴക്കി വേഴാമ്പം. ഒരു വനിതയാണ്. പേര് ഓർക്കാൻ ശ്രമിച്ചേ. അതെ, സനെ തഗായ്ചി. വളരെ ശരി. അവസാനത്തെ ചോദ്യം. ഇത് കുറച്ച് കടുപ്പമാണോ? നോക്കാം. ആർക്കാണാ പുരസ്കാരം? അരുന്ധതി റോയ്ക്ക്. പുസ്തകത്തിന്റെ പേരും ഓർമ്മയുണ്ടല്ലോ അല്ലേ? മദർ മേരി കംസ് ടു മീ. എല്ലാവരും ശരിയാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു ശ്രമമായിരുന്നു എല്ലാവരുടേതും. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പരീക്ഷാ വിജയത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട്. പഠനം മാത്രം നിർത്തരുത്, പൂർണ്ണ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക. വിജയം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും. അടുത്ത പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്നായി പഠിക്കുക. നന്ദി.